ബൈക്ക് അവിടെ അതിന്റെ സ്പോട്ട് ഒരു ബൈക്ക് ഉണ്ട്. ആ ബൈക്കിന് വേണ്ടി വണ്ടി കൊണ്ട് വന്നതാ. അപ്പൊ അത് ചവിട്ടി കെട്ടിലേക്ക് ഇതായിപ്പോയി. ഇവിടെ താഴെ ഒരു ബൈക്ക് കാണാം. ആ ബൈക്കിന് വേണ്ടി അതിന്റെ സൈഡിൽ കൂടി വണ്ടി വരുമ്പോ ഇതിന്റെ സൈഡ് ഡോറൊക്കെ ഈ ബൈക്കിലേക്ക് തിട്ടിട്ട് ചവിട്ടിയപ്പോ ഒന്നായിട്ട് തിരിഞ്ഞു പോകും. അതാണ് ഇവിടെ കണ്ടത്. ബൈക്കിനെ ബസ് ഇടിച്ചു. ബൈക്കിന് വേണ്ടി ബസ് വെട്ടിച്ചതോ അതോ എന്താ സംഭവം എന്നറിയില്ല. നമ്മൾ ഓൺ ദ സ്പോട്ട് കാണുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു മറിയുന്നു. തൊട്ടടുത്ത് അവിടെ ബൈക്കും കാണുന്നുണ്ട്. ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു? ഞാനവിടെ സ്ഥലത്തില്ലേ. ഇത് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ബസ്സാണ്. ഇത് മെഡിക്കൽ കോളേജ് പോകുന്ന ബസ്സാണ്. നിറയെ ആളുകൾ ഉണ്ടായിരുന്നു. കുറെ ആൾക്കാരുണ്ട്. ഒന്ന് രണ്ട് ആൾക്കാരെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തോണ്ട് ബേബിയിലുണ്ട്. ഏതായാലും സ്മിത ഈ പറയുന്നത് പോലെയാണ്, ഇത് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റോഡാണ്. ആ റോഡിൽ ഒരു ബൈക്ക് വരുന്നുണ്ടായിരുന്നു. ആ ബൈക്ക് ഒരു പക്ഷേ ആ ബൈക്കിനെ ഇടിക്കുന്നതിൽ നിന്ന് വെട്ടിക്കുമ്പോൾ നടന്ന അപകടം എന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷി നമ്മളോട് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇന്നലെ കോഴിക്കോട് അരിയടത്ത് പാലത്ത് നടന്ന നല്ല ഉഷാറ് കിണ്ണം കാഴ്ച ആക്സിഡൻ്റാണ്. ഈ ബസ്സാർ ആ സമയമായി കഴിഞ്ഞാൽ ഒരു 4 മണി അല്ലെങ്കിൽ ഈ ഒരു 9:30 സമയത്ത് അവന്മാർക്കൊരു പോക്കുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ആരോ വെട്ടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഏരിയ. അവിടെ സ്കൂൾ പിള്ളേരുണ്ട്, ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്, പിന്നെ എന്താ പറയുക അവിടെയുള്ള കുറച്ച് എന്താ പറയുക പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇവരിതൊന്നും നോക്കൂല, ഇവരെ അടിച്ച് കീറി അങ്ങോട്ട് പോവാ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം, ആര് ഫസ്റ്റ് എത്തുന്ന ഓരോ ആൾക്കാരെ കയറ്റി പോവാ, ആ ഒരു മൈൻഡാണ്. ഇതിന് എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ചെയ്തോ ഈ അടിച്ച് കയറി പോണതിൻ്റെ കാര്യത്തിൽ? ഇത് നാട്ടുകാർ തന്നെ ഇടപെടണം. ലാസ്റ്റ് നാട്ടുകാർ തന്നെ അടിച്ച് പൊട്ടിക്കേണ്ട അവസ്ഥ വരും. കൈമ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ചെയ്യുള്ളൂ, വേറെ ഒന്നും ചെയ്യൂല. ഇത് പെർമിറ്റും കൊടുത്തിട്ട് ഇങ്ങനെ ആൾക്കാരെ നെഞ്ചിലേക്ക് കയറുന്നതാണ് സംഭവം. ഈ ആക്സിഡന്റ് നടന്നത് ഒരു ബൈക്കാരെ മിസ്റ്റേക്കിൽ നടന്നതാണ്. പക്ഷെ അതല്ല, അവിടെ ഇതേപോലത്തെ ഒരു മേജറായിട്ടുള്ള പരിപാടികൾ എപ്പോഴും നടക്കുന്നതാണ്. നല്ല ഓട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും. അവർ തമ്മിൽ എന്താ പറയുക, ബസ് എന്നിട്ട് ഇതേപോലെ ബസ്സുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കുക. അന്ന് ഇതേപോലെ ഞാൻ അവിടെ ഒരു സാധനം കണ്ടതാണ്. ഒരുത്തനെ അവൻ്റെ മുമ്പ് കയറിയപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പ് കയറിയപ്പോൾ ഇവനെ ഇറങ്ങി വന്നിട്ട് ഇവൻ്റെ മിറർ അടിച്ചു പൊട്ടിച്ച്. എന്തിന് ഇവനെക്കാട്ടി മുമ്പിൽ വണ്ടി വന്ന് നിർത്തി. ഇതിനൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? അല്ല പിന്നെ എത്ര ആൾക്കാർ 38 ആൾക്കാർ എന്താ പറയുക പരിക്കായിട്ട് നടക്കുന്നുണ്ട്.